എന്റെ പശുവിന് പോലും അവനെ പിടിക്കുന്നില്ല. അവനവ് കണ്ടോ രമണൻ? പറയൂ. ഞാനിപ്പോ ഗോകുല ഹൗസിലെ പശുക്കളെ ഡീൽ ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് 8 ലിറ്റർ കിട്ടേണ്ട പശുവിൽ നിന്ന് 5 ലിറ്റർ കിട്ടിയോളൂ? ആ ബാസിൽ ക്രാവ് പിടിച്ചു കാണും. ഒന്ന് നന്നായി അമർത്തി നോക്കൂ. അല്ല, എന്താണാവോ പ്രസിഡന്റ് താമസിച്ചത്? കറവത്തൊഴിലാളികളുടെ PB ഉണ്ടായിരുന്നു. PBയോ? ആ, പോളിറ്റ് ബ്യൂറോ. ഇത്ര വെളുപ്പാങ്കാലം? ഇന്നലെ രാത്രി തുടങ്ങിയതാ. പക്ഷെ ആദ്യത്തെ കമ്മിറ്റിയാന്ന് പറഞ്ഞ കാര്യം ഐഡിയോടായിരുന്നു. അത് ശരി. അപ്പൊ ആദ്യത്തെ കമ്മിറ്റിക്ക് തന്നെ രാഷ്ട്രീയ കൂട്ടത്തിൽ ആടിയല്ല, ഈയടി അടിച്ച് പ്രസിഡന്റ് ഫ്ലാറ്റ് ആയി പോയി. പല പെൺകുട്ടികളും അങ്ങനെ പറയുന്നുണ്ട്. താങ്ക് യു. ഇതെന്താടാ, ബലൂണോ? ബലൂണല്ല, ഗ്ലൗസ്. ഗ്ലാസ് അല്ല, ഗ്ലൗസ്. ഉറ അണുബാധ വരാതിരിക്കാൻ എല്ലാ കറവത്തൊഴിലാളികളും ഇത് ഉപയോഗിക്കണമെന്നാണ് യൂണിയന്റെ തീരുമാനം. എടാ, കൈയുടെ ചൂട് പകർന്ന് കറന്നാലേ പാല് മുഴുവനും ഇങ്ങ് പോരൂ. പുതിയ ഓരോ കണ്ടുപിടുത്തങ്ങളെ. ആരോഗ്യ പ്രശ്നങ്ങളുള്ള തൊഴിലാളിയോട് ലാഭക്കൊതിയുള്ള സാമ്രാജ്യത്വ മുതലാളിത്ത രീതിയിൽ ഗോപാലയേട്ടൻ എന്നോട് സംസാരിക്കരുത്. നീ അധികം രാഷ്ട്രീയമൊന്നും വിളമ്പണ്ട. ആ തൊഴിലാളി തൃക്കൈ കൊണ്ട് എന്റെ പശുവിനെ കറന്ന് ഇങ്ങോട്ട് താ. പിന്നെ മുദ്രാവാക്യം വിളിക്കുന്ന ആവേശമൊന്നും പശുവിന്റെ അകടേട്ട് കാണിക്കരുത്. അതൊരു മിണ്ടാപ്രാണിയാ. ഗോപാലകൃഷ്ണൻ എന്തിനാ? അല്ല, കറവയെ പറ്റി കോച്ചിങ് കൊടുക്കാനാ. ഓനിപ്പോ എവിടെയാണെന്ന് പടച്ചോന് മാത്രമേ അറിയൂ. ഓഹോ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. യെസ്. Susan, come on. മൂരിക്കുട്ടൻ നിന്റെ തന്ത അടിക്കും. മൂരിക്കുട്ടനോ? ഞാനാണോ മൂരിക്കുട്ടൻ? നോക്കരുത്, തന്തക്ക് നല്ല കാണാൻ പറ്റുന്ന കാഴ്ചയാ. ശല്യപ്പെടുത്തില്ലേ? അവിടുന്ന് അവിടെ ഒരു വർക്ക് എടുക്കല്ലേ? അന്നോടാരാ നീ പറഞ്ഞ രാവിലെ തന്നെ ഓന്റെ മുറി കയറാൻ? ഞാൻ ഇന്ന് ഇവിടെ വരണല്ലേ, എന്നാ ഗോപേട്ടിനെ വിളിക്കാന്ന് കരുതി. അപ്പഴേ എന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചത്. ഉറക്കത്തിൽ ആരും എന്നെ മോരിക്കുട്ടാന്ന് വിളിച്ചു. ഏതെങ്കിലും അവളുമാര് മോരിക്കുട്ടാന്ന് വിളിച്ചാൽ ഞാൻ എന്ത് വിളിച്ചു? ഞങ്ങള് വരാനല്പം താമസിച്ചെങ്കിൽ എന്റെ ഗോപാലകൃഷ്ണ നീ ഇത്രക്ക് ഭയങ്കരാന്ന് വിചാരിച്ചില്ല. എടി ശരിയേ, മുറപ്പെണ്ണാന്ന് കരുതി പ്രായം മറന്ന് പെരുമാറണ്ട രണ്ടാളും. വീട്ടിൽ പോ. മോരിക്കുട്ടനല്ല, കാളക്കുട്ടനാ. എടാ, വീട്ടിൽ കയറി വരുന്നത് നട്ടപ്പാതിരാക്കി. സൂര്യൻ ഉച്ചയിലെത്തുന്നത് വരെ ഉറക്കം. അതിനിടയ്ക്ക് അവന്റെ ഒരു സ്വപ്നം. എടാ, ഇവിടെ എന്തോരം പണി കിടപ്പുണ്ട്, നിനക്കൊന്ന് സഹായിച്ചുകൂടെ? ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് ആ പണി വേണ്ടാന്ന്. സ്വപ്നത്തിലെങ്കിലും ഒരു നല്ല ജീവിതം കിട്ടുന്ന എനിക്കൊരു ആശ്വാസം. അച്ഛന്റെ ഈ കറവപ്പണി കാരണല്ലേ എനിക്ക് മോരിക്കുട്ടാന്ന് പേര് വീണത്. വീട്ടിൽ കാല് കുത്തിയാൽ നശിച്ച ചാണക. മര്യാദക്ക് നുറങ്ങാൻ പറ്റൂ. അപ്പൊ തുടങ്ങും നാഴികയ്ക്ക് 40 വട്ടം ബേ ബേ എന്നുള്ള കരച്ചില്. മടുത്തു. ഗോപാലകൃഷ്ണ, നീ ഒന്ന് അടങ്ങിയിരിക്കുന്നുണ്ടോ? പറ്റിയ പേരും ഗോപാലകൃഷ്ണൻ. പശുപ്രേമം കാരണം കിട്ടിയ പേര് കേട്ട ഓക്കാനം വരും. നല്ല പേരുകൾ വേറെ എന്തൊക്കെ ഉണ്ടായിരുന്നു? എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. അയ്യടാ, എന്റെ പൊന്നുമോൻ പറഞ്ഞു. അച്ഛന്റെ ചെവിയും തുറന്നു വെച്ച് കാത്തിരിക്കുക കേക്കാൻ. നിങ്ങളൊന്നും മുണ്ടാണ്ടിരിക്കേണ്ട നേരെ. ഓന് കറപ്പണി വേണ്ടെങ്കിൽ വേണ്ട. കറവപ്പണിക്ക് എന്താ കുഴപ്പം? കറവപ്പണി ഇപ്പോൾ സുഖമുള്ള പണി ലോകത്ത് വേറെ ഏതത്ത്? 8ാം ക്ലാസ്സിൽ പൊട്ടിയ പിന്നെ കളക്ടറാവാൻ പോവല്ലേ? ഓ പിന്നെ പണ്ട് മയവല്ലാണ്ടിരിക്കാൻ പോലും സ്കൂളിന്റെ പടി കയറാത്തവനാ 8 പഠിച്ചതിനെ കളിയാക്കാൻ നിൽക്കുന്നത്. പോയി പാലെടുക്കാൻ നോക്കില്ലടാ. മാടി മാടി വിളിക്കുന്നു. 10 രൂപ കൊടുക്കും, നിങ്ങൾ ലക്ഷാധിപതിയാകൂ. അറയ്ക്കേണ്ട മടിച്ച് നിൽക്കണ്ട. ഭാഗ്യം നിങ്ങളുടെ വിരൽ തുമ്പിൽ. മകനെ, ഇന്നൊരു നേരം പട്ടിണി കിടന്ന് 10 രൂപ മുടക്കിയൊരു ടിക്കറ്റ് സ്വന്തമാക്കിയാൽ നാളെ 5 സ്റ്റാർ ഹോട്ടലിൽ കോടീശ്വരനെ മല നേർന്ന് പുട്ടടിക്കാം. മടിക്കണ്ട, എടുക്കുമോനെ. ഇത് 50 രൂപ ഉണ്ടല്ലോ, പിന്നെ 40 രൂപ ബാക്കി. 50 രൂപയിൽ നിന്ന് 10 രൂപ മാത്രം മുടക്കിയ ഒറ്റ ടിക്കറ്റേ കിട്ടൂ. ഒറ്റ നമ്പർമാർ തൊട്ടടുത്ത് 4 ടിക്കറ്റിൽ ഒന്നടിച്ചാൽ ഏതാണ്ടൊക്കെ പോയി അണ്ണാനെ പോലെ ഇരിക്കേണ്ടി വരും. അത് വേണോ? ഈ 5 ടിക്കറ്റ് ഒന്നിച്ചെടുക്കുമോനെ. ഇതിലേതാണ് ഭാഗ്യം ഒളിഞ്ഞിരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ധൈര്യമായിട്ടിരിക്കുമോനെ. എന്റെ മനസ്സ് പറയുന്നു നീ നാളത്തെ റിസർവ് ബാങ്ക് ആവുമെന്ന്. അതായില്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് ഒരു ചുറ്റി പണ്ടെങ്കിലും.
അങ്ങനെ നാട്ടുകാരെ പറ്റിച്ച് ചുറ്റിയും പൊട്ടിച്ച് നമുക്ക് അങ്ങനെ മുങ്ങാം. അതാണ് നാട്ടുകാരെ അനുസരിച്ച് നമ്മൾ കണ്ടുപിടിക്കേണ്ട രീതി. മനസ്സിലായ? വെറുതെ കാശ് കളഞ്ഞല്ലോ. ഈ ലോട്ടറി എന്നൊക്കെ പറഞ്ഞ വെറും തട്ടിപ്പാണെന്ന് മനസ്സിലാക്കാനുള്ള ജനറൽ ലോ കോളേജ് നിൽക്കില്ലേ? ലോ കോളേജ് അല്ല, കോളേജ്. എന്താണ് ഇപ്പൊ പറഞ്ഞത്? ലോട്ടറി അടിച്ചിട്ടല്ലേ നെടുമ്പാശ്ശേരി വിമാനത്താവളം ഉണ്ടായത്? എങ്ങനെ? നമ്മുടെ കുറെ മന്ത്രിമാർക്ക് ലോട്ടറി അടിച്ചിട്ടല്ലേ? ഞാൻ ഇങ്ങനെ ആയിപ്പോയത് എന്തുകൊണ്ടാണ്? ലോട്ടറി അടിക്കാഞ്ഞിട്ടല്ലേ? ദേ ഇങ്ങനെ എടുത്തോ മോനെ. എനിക്ക് 10 കിട്ടി. വിവരമുള്ളവർ ഇങ്ങനെ 10 കൊണ്ട് പിടിച്ചോ. മുഖം കണ്ടാലറിയാം ലോട്ടറി അടിക്കുമല്ലോ. ഒറ്റ സെക്കൻഡ് കൊണ്ട് നമ്മളെ കോടീശ്വരന്മാരാക്കുന്ന തങ്കപ്പെട്ട മനുഷ്യന്റെ പോക്കേണ്ട ഗോപാലകൃഷ്ണ. വിശന്നിട്ട് വയ്യ. വയറ്റിലോട്ട് പോകേണ്ട കാശാ ഈ ലോട്ടറി ടിക്കറ്റിന്റെ രൂപത്തിലായത്. ഇത് അടിക്കൂ രമണ. പിന്നില്ലേ എടാ, ഇപ്പൊ ഇത്തിരി പട്ടിണി ഇടുന്നാലും ഈ ലോട്ടറി അടിക്കുന്ന കാശ് കൊണ്ട് നമ്മള് 5 സ്റ്റാർ ഹോട്ടലിൽ പണിയൂലേ? വിവരങ്ങളൊക്കെ അറിഞ്ഞാണല്ലോ അല്ലേ? നാളത്തെ ഫ്ലൈറ്റിന് ഞാൻ അമേരിക്കയിലേക്ക് പറക്കാം. അമേരിക്കയിൽ പോയി തിരിച്ചു വരട്ടെ. നിങ്ങൾക്കൊക്കെ ഞാൻ ഒരു അടിപൊളി കോക്ടെയിൽ പാർട്ടി തരുന്നുണ്ട്. എന്നെ പോലെ തെണ്ടി പറക്കി കിടന്ന നിനക്ക് എങ്ങനെയാണ് അമേരിക്കയിൽ പോകാൻ കോളത്തത്? അതെ, ഞാൻ നിന്നെ പോലെ പെറുക്കിയായിരുന്നെങ്കിലും വിവരമുള്ളവനായിരുന്നു. നീ ഇന്റർനെറ്റ് ചാറ്റിംഗ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. എന്തേ? ചാറ്റിംഗിലൂടെ ഞാൻ ഒരു ചിക്കാഗോ മദാമയുമായി ലവ് ആയി. അവരെ എന്നെ ഇപ്പൊ അമേരിക്കയ്ക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ ഓക്കെ, ബൈ. ശരി. ഈ ബുദ്ധി എനിക്ക് തോന്നിയില്ലോ രമണ. തോന്നിട്ട് എവിടാ വീട്? ദേവി! പാലിന്റെ കാശ് ഉത്സവം കഴിഞ്ഞിട്ട് വരാൻ ഗോപാലൻ നായരെ. ഇതാണ് ഞങ്ങൾ പറയുന്നത് ഇന്ത്യൻ നിയമവ്യവസ്ഥയെ ശരിയല്ലെന്ന്. ഈ രാജ്യത്ത് എത്രയോ പേരെ പട്ടാപ്പോൾ കൊല്ലാക്കൾ ചെയ്യുന്നു. റോഡിൽ നടന്നാൽ പീഡനം, ബസ്സിൽ കയറിയ പീഡനം, ഫ്ലൈറ്റിൽ കയറിയ പീഡനം, ഫ്ലാറ്റിൽ ചെന്നാൽ പീഡനം. അവരെയൊന്നും പിടികൂടാനും ശിക്ഷിക്കാൻ ഇവിടെ ആരുമില്ല. ജീവിക്കാൻ വേണ്ടി റേഷനറിയിൽ കുറച്ച് കല്ല് വാരിയിടുന്നവനെയും മണ്ണെണ്ണ പെട്രോൾ ആക്കി വെക്കുന്ന പാവങ്ങളെയും പാലിൽ സ്വല്പക്കോളം വെള്ളം ചേർത്ത് വിൽക്കുന്ന പാവപ്പെട്ടവരെ പിടിച്ച് ജയിലിറക്കും. ഇതല്ലേ ഡാൽഡ? അതാണ് ടാഡ. ഓഹോ, അങ്ങനെയാക്കിയോ? എനിക്ക് ചില സംശയങ്ങൾ ചോദിക്കാനുണ്ട്. അയ്യോ, ഇപ്പൊ തന്നെ വൈകി ചേട്ടാ. ഒരുപാട് വീട്ടിൽ പോണതാ. അതൊക്കെ എനിക്കറിയാം. എടാ, നീ ഇവിടുന്ന് കൊണ്ടുപോകുന്നത് 30 ലിറ്റർ പാല്. ലിസ്റ്റും പ്രകാരം വീടുകളിൽ കൊടുക്കുന്നത് 30 ലിറ്റർ പാല്. 30 പ്രശ്നം തീർന്നല്ലോ. പിന്നെന്താ കുഴപ്പം? എടാ, ഞാൻ അറിയാത്ത ചില കല്യാണ വീടുകളിലും മറ്റു ചില വീടുകളിലും നീ പാല് കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ കണ്ടുപിടിച്ചു. ആ പാലേതാ? ഗോപാൽ. ഗോപാൽ ചേട്ടാ, ചേട്ടൻ ആരോ പറഞ്ഞു പറ്റുന്നതാ. എന്നെ അത്രക്ക് വിശ്വാസമില്ലേ? പിന്നെ നീ ഹരിചന്ദ്രനല്ലേ? എന്തായാലും ഇത് തെളിയിക്കാതെ പറ്റില്ലല്ലോ. എന്താടാ ഇത്? എന്നതാടാ ഇത്? അയ്യോ, ഇത്രയും വെള്ളം എന്നതാടാ ഇത്? ഇനി പാത്രത്തിൽ ചോർച്ചണ്ടാ. നിനക്കൊന്നും അറിയത്തില്ലല്ലേ? എടാ, പാൽ കച്ചവടത്തിന്റെ ABCD പഠിച്ചു വളർന്നവനാ ഞാൻ. പക്ഷെ ഈ പണി ഞാൻ ചെയ്തിട്ടില്ല. നീ കാരണം എനിക്കാ കെട്ടപ്പേരുണ്ടായത്. ഇനി മേലിൽ നിന്നെ എന്റെ മുമ്പിൽ കണ്ടുപോരുത്. പോടാ. എടാ പോടാ. ചേട്ടാ, ഇനി ഞാനൊരു സത്യം പറയട്ടെ. എന്നോട് പാലിൽ വെള്ളം ചേർത്ത് വിൽക്കാൻ പറഞ്ഞത് ഗോപാലകൃഷ്ണനാ. പത്രത്തിൽ പരസ്യം കൊടുക്കണം, ഫേഷ്യൽ ചെയ്യണം, കത്തയക്കണം. ഇതിനൊക്കെ പണം കണ്ടെത്താൻ ഇതൊക്കെ എന്നെ അവനാ പഠിപ്പിച്ചത്. എന്റെ കൃഷ്ണ. പോയോ? എന്നാലും ഈ കള്ളക്കളികളിൽ എനിക്കും പങ്കെടുന്നുള്ള മഹാസത്യം നീ വീട്ടിൽ പോയി പറഞ്ഞ വലിയ ചതിയായി പോയടാ. പരസ്പര സഹായ സഹകരണ സംഘമാകുമ്പോ ലാഭം മാത്രം വീഴ്ചെടുത്താ പോരാ, നഷ്ടവും സഹിക്കണം. എന്റെ മാനം പോയി. നിന്റെ മാനല്ലേ പോയുള്ളൂ, എന്റെ മാനവും പോയി, പണിയും പോയി. ഇനി വീട്ടിലോട്ട് എങ്ങനെ ചെല്ലും? അച്ഛന്റെ മുഖത്ത് എങ്ങനെ നോക്കും? ഇങ്ങനെ നോക്കിയാ മതി. ഇവിടെ പട്ടി എന്റെ ജന്മം നായ നക്കിയ പോലെ ആയി. കറക്റ്റ്. ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ നിന്റെ ജന്മം പട്ടിക്ക് നക്കാനുള്ള വേസ്റ്റ് ആണെന്ന്. നിന്റെ കൂടെ കൂടി എന്റെ ജന്മം മൂന്നാറിൽ കെട്ടിയ റിസോർട്ട് പോലെ ആയിപ്പോയി. ഭാഗ്യദേവത നിങ്ങൾ വീണ്ടും വീണ്ടും മാടി മാടി വിളിക്കുന്നു. ടിക്കറ്റ് എടുക്കൂ. ആരുടെ ഞങ്ങളെ മാടി വിളിക്കാൻ ഭാഗ്യദേവത? ബസ് സ്റ്റാൻഡിൽ നടത്തറ കനകോ? അല്ല, എന്ത് പഞ്ചാബിന്റെ എവിടുത്തെ? പഞ്ചാബ്. പൂട്ടി മോനെ പൂട്ടി, നിന്റെ പണി പൂട്ടി. ചെസ് കളിയിൽ ഈ രമണനെ തോൽപ്പിക്കാൻ നിനക്കാവില്ല. നിനക്കെന്നല്ല ഒരുത്തനും. ഈ പുണത്താങ്കര പഞ്ചായത്തിൽ ജനിച്ചു പോയത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ ഞാൻ ആഗോള പ്രതിഭാസമായേനെ.
Gokulam House? I'm Sandra from America. I got an application regarding marriage proposal. So I have to see the person. By any chance, are you Mr. Gopalkrishnan? Wow! You're so handsome! Gopalkrishnan! I really like you. അമ്മോ, എന്താണ് മുകില്? ഓടി വരി. എടാ കുട്ടിത്തേ വിടാവളെ. വിടാൻ ഇവളോട് പറ. ഇവളെന്നെ പിടിച്ചിരിക്കുന്നു കണ്ടാ? പട്ടാപ്പകൽ എന്റെ വീട്ടുമുറ്റത്ത് കയറി വന്ന് ചെമ്മാടിത്തരം കാണിക്കുന്നു. ആരാ ഇവള്? ആ എനിക്കെങ്ങനെ അറിയാ? അമേരിക്കന്ന് മാത്രമാണ് ഞാൻ കേട്ടത്. പിന്നെ പണ്ടാറ് പീഡനമായിരുന്നു. Mr. Gopalan Nair? My father-in-law! ആ ഇങ്ങനെയാണ് എനിക്ക് സംഭവിച്ചത്. ഭാഷ അറിയാത്തതിന്റെ ഒരു കുഴപ്പമായി. Country fellows. കണ്ടോളെന്റെ ഉമ്മ. I will shoot you. നിങ്ങൾ അറിയൂ, ഞാൻ കൈകാര്യം ചെയ്യാം. മോളെ ആരാന്ന് ചോദിക്കും. Who are you? ഇംഗ്ലീഷിൽ ചോദിക്കടി. Why did you come here? എന്തിനാ വന്നതെന്ന് ചോദിച്ചാ നമ്മുടെ ഭാഷ അമ്പടി. ദൈവമേ, നേരത്തെ അറിഞ്ഞെങ്കിൽ ഞാൻ ഇത്ര പീഡന സഹിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്ന? നിർത്തടാ. എടി കൊച്ചേ, നീ എന്തിനാ വന്നേ? നിങ്ങളുടെ മകന് എന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമാണെന്ന് പറഞ്ഞൊരു കത്ത് വന്നിരുന്നു. എന്നാ പിന്നെ നേരിട്ട് വന്ന കാര്യം തിരക്കാമെന്ന് കരുതി. കണ്ടു, ഇഷ്ടപ്പെട്ടു. ഇനി എന്നെ കല്യാണം എന്ന് തീരുമാനിച്ചാൽ മതി. അവന് കിട്ടുന്ന പണിയാണല്ലോ എനിക്ക് മാറി കിട്ടിയത്. എന്റെ മോനെ നിനക്ക് കല്യാണം കഴിക്കണമല്ലേ? എടാ ഗോപാലകൃഷ്ണ, എന്തിനാ അലറുന്നേ? മോൻ അടുത്ത് നിൽപ്പുണ്ടല്ലോ. ഇവനാ എന്റെ മകൻ. അയ്യടാ, എവിടാ ഗോപാലകൃഷ്ണൻ? അവൻ മുങ്ങി. വാ വാ വാ. ഉണ്ടാക്കല്ലേ, വാ. അതെ, കുഴപ്പമൊന്നും ഉണ്ടാക്കല്ലേ. എന്റെ നന്ദീശ്വര. ഒരു 5 മിനിറ്റ്. വാ. പശുവിനുമില്ലട മാനാഭിമാനം. തനിക്ക് ഇഷ്ടമല്ലാത്തൊരു അന്യപുരുഷം ദേഹത്തൊട്ടാ ഏത് പെണ്ണും ചെരുപ്പൂരി അടിക്കും. ഊരാൻ ചെരുപ്പില്ലാത്തത് കൊണ്ടാ ഇവള് കാലുവെക്ക് തോൽച്ചത്. കൺഗ്രാറ്റുലേഷൻ കൊച്ചമണി. എന്തിനാണ് അറിയാത്ത പണി ചെയ്യാൻ പോയത്? എന്റെ പണി കളയാൻ. അച്ഛന്റെ പരാതിയും പരിഭവവും തീർക്കാവെന്ന് വിചാരിച്ചു, അതിങ്ങനെയായി. ഇവനെന്താ ഇത്ര പെട്ടെന്ന് സൽസ്വഭാവിയായി തലതിരിച്ചു പോയത്?